ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോമ്പൊക്കെ എടുത്തിരിക്കുമ്പോൾ വിചാരിക്കും, നോമ്പ് തുറന്നിട്ട് വേണം ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ പലതരം ജ്യൂസ് ഉണ്ടാക്കി നോക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയാണ്. പക്ഷേ റമദാൻ മാസം കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. അപ്പം അന്ന് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു പൊതിച്ചോറ് എന്തായാലും ഉണ്ടാക്കി കൊണ്ടുപോകണം. അപ്പം നമുക്ക് എന്തെങ്കിലും ലഞ്ച് കൊണ്ടുപോകണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാടൊന്നുമില്ല. പിന്നെ പച്ചപ്പയർ ഉപ്പേരിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചെമ്മീൻ അച്ചാർ. അച്ചാറില്ലാത്തൊരു പരിപാടിയില്ല, അത് ഇട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ മോരുകറിയും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ചെമ്മീൻ ചമ്മന്തി കുറച്ചധികം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കടുമാങ്ങ അച്ചാർ, എൻ്റെ ഫേവറേറ്റ് കേട്ടോ. കാരണം നല്ല ടേസ്റ്റിയാണ്. മാങ്ങ ഒന്നും അങ്ങനെ വെന്തുടയാണ്ട് ശരിക്കും ഉപ്പിലിട്ട മാങ്ങ ഒക്കെ കഴിക്കുന്ന പോലെ ചില ടൈമിൽ തോന്നുന്ന നല്ല എരിവോടൊക്കെ കൂടിയിട്ട് അടിപൊളിയാണ്. അങ്ങനെ കടുമാങ്ങ അച്ചാറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുട്ട വറുത്തതാണ് കേട്ടോ. ഇതില്ലാണ്ട് എന്ത് പൊതിച്ചോറ് അല്ലേ. അങ്ങനെ ഞാനിത് ആ മുട്ട വറുത്തതും കൂടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ള കുറച്ച് ഐറ്റംസ് ഉള്ള കേട്ടോ. ഇനി എന്താണെന്ന് കലാപരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിലൊന്നും മടക്കിയെടുക്കാനാണ്. അപ്പം ഞാൻ ഇത് ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ മടക്കുന്നത്. സാധാരണ ഉമ്മച്ചിയാണ് ഇതെല്ലാം ചെയ്തു തരാറ്. ഇങ്ങനെ ഇടയ്ക്കിട്ടൊക്കെ പുതുക്കി ഉണ്ടാക്കി നോക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്. അങ്ങനെ ഞാൻ പതുക്കെ മടക്കിയെടുക്കുകയാണ്. ഇല വാട്ടിയതൊന്നും എനിക്ക് അത്ര വല്ലാണ്ട് അറിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതൊരു ന്യൂസ് പേപ്പറിലേക്കും കൂടിയിട്ട് ഒന്ന് മടക്കിയിട്ട് കെട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പതുക്കെയാണ് മടക്കുന്നത് കേട്ടോ. കാരണം വലിയ വശമൊന്നുമില്ല, എപ്പോഴും നമ്മൾ പൊതിച്ചോറുണ്ടാക്കുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഇക്ക ഇതേപോലെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് മന്ത്ലി ഞാൻ തോന്നുന്നുണ്ട് ഇതേപോലെ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ അതൊരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ വാപ്പ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊതിയനൊക്കെ. അപ്പോൾ അതുകൊണ്ട് വലിയ വശമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പൊതിച്ചോറ് ഇവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇനി സമയമില്ല കേട്ടോ, ഞാൻ വേഗം ഓടി പോവാണ്. ഇനി ഓഫീസിൽ പോകാൻ ടൈമായിട്ട്. അങ്ങനെ ഒരു ലഞ്ച് ടൈമൊക്കെ ആയപ്പോൾ ഇത് തുറന്ന് നോക്കാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അടിപൊളിയായിരിക്കില്ല കേട്ടോ. കാരണം ഒന്നാമത് നേരം ഉണ്ടാവില്ല, നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും അധികം ടൈമൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ ഇതെടുക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ പൊതിച്ചോറൊക്കെ തുറന്ന് നോക്കാണ്. അതിലൊക്കെ അതിൽ ഇലയും ആ ചോറും കറികളും എല്ലാം കൂടി നല്ല കുഴഞ്ഞ പരിവായിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ള എൻ്റെ ഒരു പൊതിച്ചോറ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇടയ്ക്കിട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.